രോഹിത് ശർമ്മ എന്തായാലും ഒന്നും പറയാനില്ല. DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തിന്റെ എല്ലാവർക്കും വളരെയധികം ആശങ്കയായിരുന്നു. രോഹിത് എങ്ങനെയാണ് ഇപ്പം ഈ പറയുന്ന പോലെ റിട്ടയർഡ് ആകേണ്ട സമയമൊക്കെ ആയി, അത് നിർത്ത്, ഇനി എന്തിനാണ് ഒരു ഭാരമായിട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ മത്സരം, ആ ഒരു ഇന്നിങ്സ് കണ്ടില്ലേ, ആ മുന്നിൽ നിന്ന് നയിക്കുന്നത് കണ്ടില്ലേ, അത് ഒരു രക്ഷയില്ല. ഇപ്പോഴും ടച്ച് നിന്നു. ഈ മുൻ മത്സരങ്ങളിലൊക്കെ ഇപ്പൊ ഒഡിയയിൽ ഇപ്പം എന്താ പറയുന്നത്, വലിയൊരു ഫോം ഔട്ടിൽ അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനമല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു 10-15 മത്സരം എടുത്തു നോക്കി കഴിഞ്ഞാൽ നല്ല പ്രകടനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ടെസ്റ്റിലോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടെസ്റ്റിൽ മോശമായിട്ടുള്ള ഒരു പ്രകടനം, അവിടുത്തെ കണ്ടീഷനും കാര്യങ്ങളും സിറ്റുവേഷനും എല്ലാം വെച്ചിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു പ്ലെയറിനെ സ്വാധീനിക്കുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കാം കളിയിൽ അത് എഫക്ട് ചെയ്യുന്നത്. അപ്പം അതൊന്നും വെച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത്, നിങ്ങൾ അതൊന്നും വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കല്ലേ എന്നുള്ളത് എടുത്തു പറയുന്ന രീതിയിലാണ് രോഹിത് ശർമ്മയുടെ ഈ ഒരു സെഞ്ചുറി നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു മാരകമായിട്ടുള്ളത്, അതായത് 30 ബോളിൽ 50-ഉം 76 ബോളിൽ 100 റൺസും നേടി. അതായത് ആദ്യത്തെ 50 നേടാൻ 30 ബോളും സെക്കൻഡ് 50 നേടാൻ 26 ബോളും എടുത്തിട്ടുള്ളൂ. ഈ സമയത്തും ഫിറ്റ്നസിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഷോട്ടിന്റെ ആ ഒരു ഇമ്പാക്റ്റും എന്താ അല്ലേ, എന്തോ ഷോട്ടൊക്കെയാണ്, അതായത് ഒരു രക്ഷയില്ല. മാരകമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ ഇതുപോലെ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ലെഗ് ഗ്ലാൻസ് ടൈപ്പിലൊരു ഷോട്ട് ഫ്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ക്യാച്ച് ആയത്. ഇന്ന് അതേ സെയിം ബോൾ തന്നെ, അതേ സെയിം ഷോട്ട് തന്നെ കൃത്യമായിട്ട്, എന്നെ രസമായിരുന്നു കാണാൻ, കൃത്യമായിട്ടത് 6 അടിച്ചു എന്നുള്ളതാണ്. ആ ഷോട്ട് ഒരു രക്ഷയില്ലാത്തൊരു ഷോട്ട് തന്നെയായിരുന്നു. അപ്പൊ ആലോചിക്കുക, അദ്ദേഹം ഇപ്പോഴും ആ ടച്ച് തന്നെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പല പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ ഫോം ഔട്ട് ആകുന്നത്. അപ്പം വിരാട് കോഹ്ലി ആണെങ്കിൽ തന്നെ ആ ഒരു ഫോമിൽ തന്നെ ഉണ്ട്. പക്ഷെ പല സാഹചര്യങ്ങളും പല കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഇതിലോട്ട് വരുന്നത്. ആ ഒരു ഫസ്റ്റ് ആ ഒരു ബൗണ്ടറി തന്നെ നമുക്ക് അതിനകത്ത് തെളിവാണ്. അദ്ദേഹം എപ്പോഴും ഉണ്ട്, സാധനം ഉണ്ട്. അതല്ലാണ്ട് ഫോം ഔട്ട് എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വരുന്ന മത്സരങ്ങളിൽ എന്തായാലും അദ്ദേഹം നല്ലൊരു ഇന്നിങ്സ് കളിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ കുറെ രോഹിത് ശർമ്മ ഒന്നും പറയാനില്ല. 148 കിലോമീറ്റർ സ്പീഡ് വുഡിന്റെ ഒരു പന്ത് ഇങ്ങനെ സ്ട്രൈറ്റിലോട്ട് ഇങ്ങനെ ടക്കേ എന്ന് പറഞ്ഞിട്ട് അടിച്ചൊരു 6. എത്ര മികച്ച കുറെ ഷോട്ടുകൾ, ഓഫിലോട്ടും കവറിനും അണ്ടയ്ക്കും, എന്താ ഷോട്ട് സെലക്ഷൻ, ഒരു രക്ഷയില്ല. അങ്ങനെ കണ്ട് രോഹിത് ശർമ്മ ഒരു ഇന്നിങ്സ് കളിക്കാൻ കണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടും എത്ര മനോഹരമാണെന്നറിയാം, എത്ര എഫേർട്ട്ലെസ് ആയിട്ട് ഇത്രയും മികച്ച രീതിയിൽ, ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ കണ്ടേ ഇരുന്ന് പോകും. അപ്പൊ അത്രയും മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അദ്ദേഹം ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, നമ്മുടെ കയ്യിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ യങ് ബാറ്റർമായിട്ടുള്ള ഓപ്പണേഴ്സ് ആയിട്ടുള്ള സാൾട്ടും അതുകൊണ്ട് ടക്കറ്റും ഒക്കെ ചേർന്നിട്ട് 10 ഓവറിൽ 75 റൺസ്, വിക്കറ്റ് നഷ്ടപ്പെടാതെ 75 റൺസ് എടുത്തു. ആ സമയം ഈ പ്രായമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന രോഹിത് ശർമ്മയുടെ ആ ഒരു ഇമ്പാക്റ്റില് നമ്മൾ നേടിയത് 77 റൺസാണ് വിക്കറ്റ് നേടാതെ. ഏകദേശം 13.3 ഓവറിൽ നമ്മൾ 100 റൺസ് പാർട്ണർഷിപ്പ്, ഗില്ലുമായിട്ട് ചേർന്നൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയ രോഹിത് ശർമ്മ ഒരു മാരകമായിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല. ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വയസ്സനാണ്, അതാണ് ഇതാണ്, റിട്ടയർ ആയിട്ട് സമയമായി, അങ്ങനെയാണ് വിമർശനങ്ങൾ ഇങ്ങനെ ചന്നം ഭിന്നമായിരുന്നു ഒരു സമയത്ത്. ഇപ്പം ആർക്കെങ്കിലും ഉണ്ടോ വയസ്സനായതിന്റെ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോം ഔട്ട് ആണെന്നുള്ളൊരു ഇതോ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇന്ത്യ എമ്പാടും, ഞാൻ പറയട്ടെ, ഈ ഫാൻ ഫൈറ്റും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലോട്ട് കടക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ടീം എഫേർട്ടാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രോഹിത് ശർമ്മ ആ ഒരു ഫോമിലോട്ട് എത്തിയത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു ഇന്നിങ്സ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിലൂടെ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കയറാൻ കഴിയത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇന്നിങ്സ് ഉണ്ടാകും. അപ്പൊ എന്തായാലും രോഹിത് ശർമ്മ ഹാറ്റ്സ് ഓഫ്, വളരെ മികച്ചൊരു ബാറ്റിംഗ് തന്നെയാണ്. ആ ഒരു ഇന്നിങ്സ് വീണ്ടും, ആ ഒരു സെഞ്ചുറി വീണ്ടും എത്രയോ നാൾക്ക് ശേഷം എന്തോരം സന്തോഷമായിരുന്നു അറിയോ ഈ ഗ്രൗണ്ടിലെ കാണികൾക്കും, ഈ പറയുന്ന പോലെ മാനേജ്മെന്റ്, നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ മറ്റുള്ള എല്ലാവർക്കും, ഈ പറയുന്ന നമ്മുടെ ആരാധകർക്കും എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു എന്നുള്ളതാണ്. ഒത്തിരി അധികം പേര് അതിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അത്രയും ആൾക്കാർ നോക്കി കണ്ട ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇത് രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും. വേറെ ഒന്നും വേണ്ട, ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ ബുക്കും, അതിനകത്ത് ഒരു സംശയമില്ല. ബട്ട്ലറിനും ബോളേഴ്സിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കി നിൽക്കുക.
ഈ പറഞ്ഞ സെഞ്ചുറി അടിക്കുന്നതിന്റെ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. 50 അടിച്ചത് 4 അടിച്ചിട്ട്, 100 നേടിയത് 6 അടിച്ചിട്ട്, അതും ആദിൽ റഷീദിന്. ഈ മനുഷ്യനെയൊക്കെ എങ്ങനെയാണ് ബോൾ എറിഞ്ഞ് കുരുക്കുക, വീഴ്ത്തുക, എവിടെയാണ് ബോളിങ് ഈ പറഞ്ഞ ഫീൽഡ് ഒരുക്കുക? ഇതൊക്കെ ബട്ട്ലർ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാനല്ലാണ്ട് ബട്ട്ലറിനെ കൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒന്ന് ചെയ്യാം. രോഹിത് ശർമ്മ അത്ര ഒരു ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.